നമ്മൾ തീവ്ര വൈകല്യമുള്ള ഭിന്നശേഷിക്കാർക്ക് ഒരു പ്രത്യേക പരിഗണന നമ്മൾ കൊടുക്കണം എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഭിന്നശേഷിക്കാർ, ഞാൻ കഴിഞ്ഞ ദിവസം ഒരു കൈപ്പത്തി ഇല്ലാത്ത ഒരാൾ, വളരെ ആരോഗ്യവാനായിട്ടുള്ള ഒരാളാണ്. അദ്ദേഹം സംസാരിച്ച സമയത്ത് അദ്ദേഹം പറഞ്ഞു, ഞാനൊരു ഭിന്നശേഷിക്കാരനായതുകൊണ്ട് തന്നെ എനിക്ക് ഒരുപാട് പ്രിവിലേജ് കിട്ടുന്നുണ്ട് എന്ന് പറഞ്ഞു. അപ്പം സ്വാഭാവികമായിട്ട് ഈ ഒരാൾക്ക് അദ്ദേഹത്തിൻ്റെ ഈ ഒരു കൈപ്പത്തില്ലാത്ത അവസ്ഥ നമ്മൾ ചെറുതായിട്ട് കാണുകയല്ല. ഭിന്നശേഷിക്കാരൻ എന്ന് പറയുമ്പോൾ നമ്മളെ മനസ്സിൽ കൂടി വരുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഏറ്റവും ചെറിയ വൈകല്യം നേരിടുന്ന ഒരാളും അല്ലെങ്കിൽ ഏറ്റവും തീവ്രമായിട്ട് വൈകല്യം നേരിടുന്ന ആളും ഒക്കെ ഒരേ ഫ്രെയിമിലാണ് നമ്മൾ അവരൊക്കെ കാണാൻ ശ്രമിക്കുന്നത്. പക്ഷേ ഈ ഒരു ഭിന്നശേഷിക്കാരെ ഇവർക്ക് കൊടുക്കേണ്ട സേവനങ്ങളും ഇവർക്ക് കൊടുക്കേണ്ട ആനുകൂല്യങ്ങളും ഇവർക്ക് കൊടുക്കേണ്ട മറ്റു സേവനങ്ങളൊക്കെ തന്നെ നമ്മൾ ആ ഒരു രണ്ട് അളവുകോല് വെച്ച് തന്നെ അളക്കണമെന്നാണ് എനിക്ക് ഈ വിഷയത്തിൽ തോന്നിയിട്ടുള്ളൊരു കാര്യം. കാരണം നമ്മൾ ഈ പറയുന്ന സ്വന്തമായി ചിന്തിച്ച് തീരുമാനം എടുക്കാൻ പറ്റാത്ത കുട്ടികൾ എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ അത്തരം ഭിന്നശേഷിക്കാരെന്ന് പറഞ്ഞാൽ, അവർക്ക് 100% അവരെ വേറെ തന്നെ അഡ്രസ്സ് ചെയ്യപ്പെടുന്ന ഒരു സിസ്റ്റം ഇവിടെ രൂപപ്പെടണം. അത്തരം ഒരു സിസ്റ്റത്തിന് മാത്രമേ നമുക്ക് ഈ കുട്ടികൾക്ക് കവചൊരുക്കാൻ പറ്റൂ. അതാണ് നമ്മളെ ചിന്തയിലേക്ക് വരേണ്ടത്. അത്തരം കൂട്ടിപ്പിടുത്തങ്ങൾക്കാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഒരു മുൻഗണന കൊടുക്കേണ്ടത്. അപ്പോൾ അത് ആ ഒരു മുൻഗണന കൊടുക്കുന്നതിനുള്ള ഒരു പ്ലാറ്റ്ഫോമാണ് നമ്മൾ രൂപപ്പെടുത്തേണ്ടത് എന്നാണ് എനിക്ക് ഈ വിഷയത്തിൽ തോന്നിയിട്ടുള്ളത്.